എന്ത് ഭോഷന്മാരാടോ നിങ്ങൾ? വല്ല വിധേനം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. എന്റെ ഇൻസ്റ്റാഗ്രാം പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ബെറ്റിംഗ് ക്യാമറയെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ 3 പേരെ പറ്റിയാണ് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മല്ലു ഫാമിലിയിലെ സുജിൻ, വയനാടൻ വ്ളോഗർ, പിന്നെ ഫസ്മിന സാക്കിർ. ഇത്രയും ആത്മാർത്ഥതയുള്ള 2 ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെ അക്കൗണ്ടും ഇപ്പം അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. അതേതായാലും നന്നായി. കേരള പോലീസാണ് ഇവരുടെ അക്കൗണ്ട് അടിച്ചു പോകാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത്. അതുപോലെ തന്നെ ഇവർക്കെതിരെ അഹോരാത്രം പണിയെടുത്ത വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്. എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. ഇതാണ് പുള്ളിക്കാരൻ. ഇദ്ദേഹം നല്ല രീതിയിൽ ബെറ്റിംഗ് ആപ്പ് ചെയ്യുന്ന എല്ലായിടത്തെയും പിടിച്ചിട്ട് അലക്കിയിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിന് ആവശ്യം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പിന്തുണ ഉണ്ടാവും. മല്ലു ഫാമിലിയിലെ സുജിന് ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ അക്കൗണ്ട് അടിച്ചു പോയിട്ടും പുള്ളി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നല്ല രീതിയിൽ ഇതിന്റെ പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കോമഡി. കാര്യങ്ങളൊക്കെ അങ്ങനെ കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എന്നാ പിന്നെ എന്റെ ഒരു ടിസ്റ്റ് ആയിക്കോട്ടെ ചെയ്താ സാർ ക്ഷമിക്കണം. ഇവന്റെ സംഗതി ചെയ്തപ്പോ ഡിസേബിൾ ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നുള്ളത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്ന എ.ടി.എമ്മിലേക്ക്. എ.ടി.എമ്മിൽ പോകുമ്പോൾ പൈസ ഒന്നും ഇല്ല കേട്ടോ, കാലിയാണ്, കംപ്ലീറ്റ് കാലിയാണ്. ഇപ്പൊ എന്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോ ഞാൻ ഇത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതെ അതെ, ഈ വാർത്ത കേട്ട് മണിയൂർ ഗ്രാമം ഞെട്ടണം. അസൂയാലിക്കളുടെ തലമണ്ടകൾ പൊട്ടിത്തെറിക്കണം. ഞാനിതാ എ.ടി.എമ്മിലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? ഏകദേശം 1,55,000 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്ന്. ഞാൻ ഞെട്ടി. നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ